CMRL എക്സാലോജിക് ഇടപാട് കേസിൽ CMRLന് വീണ്ടും തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ഇഡിക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ CMRL എക്സാലോജിക് ഇടപാട് സംബന്ധിച്ച് SFIO അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചത്. കൊച്ചിയിലെ കമ്പനി കാര്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിലാണ് അപേക്ഷ നൽകിയത്. ആ അപേക്ഷയാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. ആ രേഖകളിൽ വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള കരാറ്, CMRLും വീണയും തമ്മിലുള്ള കരാറ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, അതോടൊപ്പം തന്നെ വീണയുടെ IT റിട്ടേൺസ് രേഖകൾ ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ ഇഡിക്ക് മുന്നിലേക്ക് ഈ ഉത്തരവ് പ്രകാരം വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വീണയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകാൻ പോകുന്നത്. അതിന് ഉടൻ സമൻസ് നൽകും. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയിരുന്നു. ആ പോയ ഘട്ടത്തിൽ അത് തള്ളുകയാണ് ഉണ്ടായത്. തുടർന്ന് ഡിവിഷൻ ബെഞ്ചിലും പോയി. ഡിവിഷൻ ബെഞ്ചും ഇത് തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരമൊരു നീക്കം നടത്തിയത്. കോടതി എടുത്ത അതിലൊരു നിലപാട് എന്ന് പറയുന്നത് ഇപ്പോൾ SFIOയുടെ അന്വേഷണത്തിന് ചുവട് പിടിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഒരു ഏജൻസി അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവരുടെ അന്വേഷണത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ രേഖകൾ വരണം. ആ രേഖകൾ ആ ഘട്ടത്തിൽ തന്നെ ആവശ്യമായിട്ടുണ്ട്. അത് പിടിച്ചുവെക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോടതിയും ഇതിൽ സ്വീകരിച്ചതായി മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഉത്തരവാണ് ഇത് സംബന്ധിച്ച് വന്നിരിക്കുന്നത്. CMRLന്റെ അല്ലെങ്കിൽ എക്സാലോജിക് ഇടപാട് സംബന്ധിച്ചുള്ള രേഖകൾ, ആ രേഖകൾ വളരെ നിർണായക രേഖകൾ ഇപ്പോൾ ഇഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ക്യാമറാമാൻ ബിനു പാവയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.